അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്നത്തെ പ്രോഗ്രാം പൂമരത്തണലിൽ പീസ് റേഡിയോ ആർക്കു വേണ്ടി സംഘടിപ്പിക്കുന്ന പ്രോഗ്രാമാണ്? നിങ്ങളമ്മമാർക്കാണോ? ഉപ്പമാർക്കാണോ? പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ്? കുട്ടികൾക്ക് വേണ്ടി അല്ലേ? ഓക്കെ, മാഷാ അല്ലാ. അപ്പോൾ എന്തായാലും നമ്മൾ പ്രിയ കൂട്ടുകാരെ, നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുകയാണ്. ബിസ്മില്ലാ അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ്. റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഇന്നത്തെ ഈ ഒരു പൂമരത്തണലിൻ്റെ പുതിയ ഒരു എപ്പിസോഡാണെന്ന്. അതോടൊപ്പം തന്നെ പുതിയ ഒരു വിഷയം കൂടിയാണ്. ഞാൻ നിങ്ങളോടൊപ്പം തൗഫീഖ് അസ്ലം. എൻ്റെ വീട് മലപ്പുറം ജില്ലയിലെ തിരുരങ്ങാടിക്കടുത്തുള്ള കളിയാട്ടമുക്കിലാണ്. എൻ്റെ കൂടെ 2 കൂട്ടുകാരികളുണ്ട്. ഇൻഷാ അല്ലാ അവരാരാന്നുള്ളത് അവർ തന്നെ പരിചയപ്പെടുത്തും. എൻ്റെ പേര് അത്തുഫ. ആ, കളിയാട്ടുമുക്ക് MLP സ്കൂളിലാണ് പഠിച്ചിരുന്നത്. ഓക്കെ. 3C ക്ലാസ്സിൽ. 3ാം ക്ലാസ്സിലാണ്. ആ, വീട്ടിൽ ഉമ്മയും ഉപ്പയും എൻ്റെ അനിയനും ഞാനുണ്ട്. പിന്നെ മദ്രസയിൽ 3ാം ക്ലാസ്സിലാണ്. 3ാം ക്ലാസ്സിൽ. അടുത്ത ആൾ. എൻ്റെ പേര് ഫന്ന. ഞാൻ സ്കൂളിലും മദ്രസയിലും 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ വീട്ടിൽ ഉമ്മയും ഉപ്പയും അനിയനും ഞാനും. സ്ഥലം കളിയാട്ടുമുക്ക്. ആ, കളിയാട്ടമുക്ക്. അപ്പോൾ കൂട്ടുകാർ, ഞങ്ങളെല്ലാവരും കളിയാട്ടമുക്ക് എന്നാണ് വരുന്നത്. കളിയാട്ടമുക്ക് എന്ന് കേൾക്കാത്തവരുണ്ടാകും. ഞാൻ പറഞ്ഞു, എന്നെ പരിചയപ്പെടുത്തിയ സമയത്ത് പറഞ്ഞു, തിരുവങ്ങാടി, മലപ്പുറം ജില്ലയിലെ തിരുവങ്ങാടിക്കടുത്താണ് കളിയാട്ടമുക്ക് എന്ന സ്ഥലം. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് രാവിലെ തന്നെ, ഇന്നലെ രാത്രി തന്നെ അല്ലേ, ഇന്നലെ രാത്രി തന്നെ നമ്മൾ ഒരുങ്ങിയിട്ടുണ്ട് അല്ലേ എല്ലാവരും? നിങ്ങളൊക്കെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് സന്തോഷത്തിൽ അല്ലേ? പീസ് റേഡിയോക്ക് വരുന്ന സന്തോഷമില്ലേനോ? ഓക്കെ. എന്തായാലും അൽഹംദുലില്ലാ. പിന്നെ അത്തുഫ എൻ്റെ മകൾ കൂടിയാണ്. അതോടൊപ്പം തന്നെ ഫന്ന അസ്ലം പിന്നെ നാട്ടുകാരിയും മദ്രസയിലെ എൻ്റെ സ്റ്റുഡൻറ്റുമാണ്. ഇന്ന് നമ്മൾ നമ്മുടെ ഈ കൂട്ടുകാർക്ക് വേണ്ടി ഇവിടെ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നമ്മളെല്ലാവർക്കും ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മൾ കാണാൻ നല്ല ഭംഗിയുടെ കാര്യമുണ്ടോ? ഇല്ല. നല്ല പഠിക്കണ കുട്ടികളുടെ കാര്യമുണ്ടോ? അതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഭംഗിയുണ്ടായ ഇഷ്ടപ്പെടും, നല്ല പഠിക്കുന്ന കുട്ടികളെ ഇഷ്ടപ്പെടും. പക്ഷെ അതിൻ്റെയൊക്കെ കൂടെ ഒന്ന് ഇല്ലെങ്കിൽ നമ്മൾ ആരും ഇഷ്ടപ്പെടില്ല. സലാം പറയാ, മര്യാദകൾ പാലിച്ചിട്ടില്ലെങ്കിൽ അല്ലേ? മര്യാദകൾ പാലിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടാമെങ്കിലും ആരും ഇഷ്ടപ്പെടില്ല. അപ്പം നമ്മളിങ്ങനെ മര്യാദകൾ പാലിക്കാന്ന് പറയുമ്പം, ഇപ്പം സ്കൂളിലൊക്കെ നിങ്ങൾ ക്ലാസ് ഇരിക്കുന്ന സമയത്ത് ടീച്ചർ പറയും മര്യാദയ്ക്ക് ഇരുന്ന് പറയില്ലേ? പറയില്ലേ? എപ്പോഴാണ് പറയല്? നല്ല കുട്ടിയായിരിക്കണം പറയലുണ്ടോ? നല്ല കുട്ടിയെങ്കിൽ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ കളിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വികൃതി കാണിച്ചാൽ അല്ലേ, ഓനെ മണ്ടക്കൊന്ന് മേടുക അല്ലേ, പേനോണ്ട് ഓനെ എറിയുക. അപ്പം എന്ത് ചെയ്യും? ടീച്ചർ പറയും മര്യാദയ്ക്ക് ഇരിക്കും പറയില്ലേ? അതാണ് മര്യാദ. അപ്പോൾ നല്ല പഠിക്കുന്ന ഒരു കുട്ടിയാണ്, നല്ല കുട്ടിയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത് കളിച്ചാൽ ഇഷ്ടപ്പെടും നമ്മളെ? ഇഷ്ടപ്പെടില്ല. എപ്പോഴും ഇങ്ങനെ ശല്യം ചെയ്യുക പഠിപ്പിക്കുന്ന സമയത്ത്. അപ്പം മനസ്സിലായല്ലോ എന്താണ് മര്യാദ എന്നുള്ളത്. അപ്പം ഇങ്ങനെ നമ്മൾ കുറേ സ്ഥലങ്ങളിൽ നമ്മൾ പാലിക്കേണ്ട മര്യാദകളുണ്ട്. ഈ മര്യാദകളൊക്കെ നമ്മൾ പാലിച്ചാൽ മാത്രം എന്ത് ചെയ്യുള്ളൂ? നമ്മൾ നല്ല കുട്ടികളാകുള്ളൂ, മറ്റുള്ള ആളുകൾ നമ്മെ ഇഷ്ടപ്പെടുള്ളൂ. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ഈ പൂമരത്തണലിൻ്റെ വിഷയം എന്താണ്? അപ്പോൾ മര്യാദ പഠിപ്പിക്കുക. എന്നെ പഠിപ്പിക്കണേ? ഞങ്ങൾ പഠിപ്പിക്കണേ? അല്ല, നമ്മളെല്ലാവരും എന്താണ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഈ ഒരു പ്രോഗ്രാം ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒന്നാമതായിട്ട് പഠിക്കണത് എന്താ അറിയോ? നമ്മൾ പല ആളുകളെയും നമ്മൾ പരസ്പരം കണ്ടുമുട്ടും ഇല്ലേ? എന്തായാലും കണ്ടുമുട്ടും. നമ്മൾ രാവിലെ എഴുന്നേറ്റ് ആരെ കാണും? ഫസ്റ്റ് ഉമ്മാനെ കാണും, പാനെ കാണും, പിന്നെ വീട്ടിലുള്ളവരെ കാണും, പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണ് അല്ലേ?
അങ്ങനെ ആരെ കാണാൻ പറയാൻ പറ്റുമോ? അല്ലേ? പല ആൾക്കാരും നമ്മൾ കാണും, സ്കൂളിൽ പോകുന്നു, മദ്രസയിൽ പോകുന്നു, അങ്ങാടിയിലേക്ക് പോകുന്നു, അയൽവാസികളെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മളിങ്ങനെ പരസ്പരം നമ്മൾ ആളുകളെ കാണുമ്പോൾ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ അത് പാലിക്കണം. നമ്മൾ അത് പാലിക്കണം. എന്തൊക്കെയാണ് ആ മര്യാദ എന്ന് നമുക്ക് കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കാം. റെഡിയല്ലേ? ഇൻഷാ അല്ലാ. നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളും അത് പാലിക്കണം, നമ്മളെ കേൾക്കുന്ന കൂട്ടുകാരെന്ത് ചെയ്യണം? പാലിക്കണം. എങ്കിൽ മാത്രം എന്ത് ചെയ്യുള്ളൂ? നല്ലവരാകുള്ളൂ, എല്ലാവരും നമ്മെ ഇഷ്ടപ്പെടുള്ളൂ. അപ്പോൾ നിങ്ങൾ പറയണം, ഞാൻ മാത്രമല്ല പറയങ്ങളും പറയണം. നിങ്ങളിങ്ങനെ പുതിണ്ടായിരുന്ന പോരാ, മതിയോ? ഇല്ല. അപ്പം ആദ്യം നമ്മൾ ഒരാളെ കാണുന്ന സമയത്ത് പാലിക്കേണ്ട മര്യാദ എന്താണ്? സലാം പറയാ. ആദ്യം നമ്മൾ അവർക്ക് സലാം പറയണം, കൈ കൊടുത്തുകൊണ്ട് സലാം പറയണം, അല്ലേ? പിന്നെ സലാം പറയണം. അതോടൊപ്പം തന്നെ നമ്മൾ എങ്ങനെയാണ് ഒരാളെ നമ്മൾ നോക്കിക്കാണേണ്ടത്? എന്താണ്? പുഞ്ചിരിച്ചുകൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവർക്കും ഇഷ്ടേനി. എന്താ കാരണം? നബിക്ക് ഈ പറഞ്ഞ എല്ലാ മര്യാദകളും ഉണ്ടേനി. നബി നല്ല സൽസ്വഭാവമുള്ള ആളേനി, അല്ലേ? അപ്പം നമ്മൾ പുഞ്ചിരിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? സലാം പറയണം. അല്ലാതെ മുഖമൊക്കെ നോക്കണം അസ്സലാമു അലൈക്കും എന്താവും? ഓനക്ക് നമ്മളെ ഇഷ്ടാവുന്നില്ല. നേരെ മറിച്ച് നമ്മൾ പുഞ്ചിരിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാലോ എങ്ങനെ പുഞ്ചിരിക്കല്? എങ്ങനെ പുഞ്ചിരിക്കല്? പല്ലൊക്കെ കാണിച്ച് നാവിൻ്റെ നീളമൊക്കെ കാണിച്ചു കൊടുത്ത് കാണിച്ചിരിച്ചില്ലാണോ? അങ്ങനെയാണോ? പിന്നെ എങ്ങനെയാ പുഞ്ചിരിക്കല്? അസ്സലാമു അലൈക്കും പറയാൻ എങ്ങനെ ഉണ്ടാവും? അറിയാൻ പറ്റുമോ? പിന്നെ എങ്ങനെയാണ്? പന്നൊന്ന് പുഞ്ചിരിച്ച ക്യാമറയ്ക്ക് നോക്കിക്കാണ് പുഞ്ചിരിച്ച പുഞ്ചിരിക്ക് എത്ര മാർക്ക് ഉണ്ടാക്കണം? അതുപോലെ പുഞ്ചിരിച്ച പുഞ്ചിരി എന്താണ്? നമ്മളൊന്നോട്ട് ഉറക്ക ചിരിക്കലല്ല, അല്ലേ? അപ്പോൾ നിങ്ങൾ ചിരിച്ച പോലെ തന്നെയാണ്. അങ്ങനെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടേ? കണ്ടവിടെ ഒന്ന് പുഞ്ചിരിക്കുക. അപ്പം ഈ നമ്മളെ കണ്ട ആൾക്ക് മനസ്സിലാവും നല്ലൊരു കുട്ടിയാണ്, അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ അസ്സലാമു അലൈക്കും എന്ന് അവരോട് പറയണം. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് പരസ്പരം കണ്ടുമുട്ടുമ്പോൾ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? അവരെ പരിചയപ്പെടണം. നമ്മൾ ആരെ കണ്ടാലും എന്ത് ചെയ്യണം? അവർ പരിചയപ്പെടണം. ഇപ്പം നിങ്ങൾ സ്കൂളിൽ പോവുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ സ്കൂളിൽ നിന്നും ഉദാഹരണത്തിന് ഇപ്പം സ്കൂളിൽ കലോത്സവമൊക്കെ ഉണ്ടാവും, അല്ലേ? നിങ്ങൾക്കൊരു പാട്ടിന് ഫസ്റ്റൊക്കെ കിട്ടി, നിങ്ങൾ വേറെ സബ്ജക്റ്റിലേക്ക് പോവുകയാണ്. ഉദാഹരണം പറഞ്ഞുതരാം. ഈ സബ്ജക്റ്റിലേക്ക് പോണ സമയത്ത് അവിടെ ആരുണ്ടാവും? നമുക്ക് പരിചയമില്ലാത്ത കുറേ കുട്ടികളുണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ഇങ്ങനെ നമുക്ക് പരിചയമുള്ള മാത്രം നോക്കി നടന്ന് അങ്ങനെയല്ല വേണ്ടത്. നമ്മളെല്ലാവരും എന്ത് ചെയ്യണം? പരിചയപ്പെടണം. അപ്പോൾ ഒരു പുതിയ കുട്ടി നിങ്ങൾ കാണുകയാണ്, നിങ്ങളിങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ്. ആ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്ന സമയത്ത് നിങ്ങളെ തൊട്ടടുത്ത് വേറെ കുട്ടി ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പരിചയമുണ്ടോ? പരിചയമില്ല. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മളവരോട് ആദ്യം എന്ത് പറയണം? ആദ്യം നമ്മൾ ചിരിക്കുക. അപ്പോൾ നോക്കി നമ്മൾ ഇഷ്ടമാവും, അല്ലേ? എന്നിട്ട് സലാം പറയാം, അസ്സലാമു അലൈക്കും. കഴിഞ്ഞോ? അതുകൊണ്ട് വേണ്ടി പിന്നെ ഓളെ നോക്കാതെ എങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ച് പിരിഞ്ഞു പോരാൻ പറ്റുമോ? പിന്നെ ഞാൻ പറഞ്ഞ കാര്യം എന്താണ്? പരിചയപ്പെടണം. നമ്മൾ ആരെ കണ്ട് അസ്സലാമു അലൈക്കും. നിങ്ങളെവിടെ വീട്? അല്ലേ? അപ്പോൾ എൻ്റെ വീട് ഇന്ന സ്ഥലത്താണ്. അപ്പോൾ നമ്മളെ ഉമ്മാൻ്റെ വീട് എവിടെയാവും, അല്ലേ? അപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ വീട് എവിടെയാണ്? അവിടെ എവിടെയാണ്? അപ്പം നല്ല പരിചയമായി. അപ്പോൾ നമ്മൾ ആരായി? എൻ്റെ ഉമ്മാൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു പുതിയ കുട്ടി നമ്മൾ പരിചയപ്പെട്ട്. നമ്മൾ പരിചയപ്പെടണം എപ്പോഴും, മനസ്സിലായല്ലോ? അവരുടെ പേര് ചോദിക്കുക, എവിടെ സ്ഥലം ചോദിക്കുക, പിന്നെ എന്താ ചെയ്യണത്, അല്ലേ? ചോദിക്കണ്ടേ? നിങ്ങൾ പിന്നെ ഒരു പുതിയ ആളെ പരിചയപ്പെടാൻ എന്തൊക്കെ ചോദിക്കും? അതിപ്പോൾ എന്തൊക്കെ ചോദിക്കും? ഒരു പുതിയ ആളെ ആദ്യമായിട്ട് കാണാൻ നിങ്ങൾ അവരെ എവിടെയാണ് വീട് ചോദിക്കും. പിന്നെ നിങ്ങൾ എന്തൊക്കെ ചെയ്യും? ഒരു പുതിയ ഒരാളെ പരിചയപ്പെടുമ്പം നമ്മൾ കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? ഒന്ന് നമ്മൾ പറഞ്ഞു പരിചയപ്പെടും, പേര് ചോദിക്കും, സ്ഥലം ചോദിക്കും, പഠിക്കണ സ്കൂൾ ചോദിക്കും. അപ്പോൾ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു, നമ്മൾ പിരിഞ്ഞു പോരാണ്, അല്ലേ? ആദ്യമായിട്ട് കാണുന്ന കുട്ടിയാണ്. പിന്നെ നമുക്ക് ആ കുട്ടിയോട് എന്ത് ചെയ്യണം? ആ പരിചയം നിലനിർത്തണം, അല്ലേ? പിന്നെയും നമുക്ക് ആ കുട്ടീനെ ബന്ധപ്പെടണം. അപ്പോൾ നമ്മളെന്താ ചെയ്യുക? അവസാനത്ത് പറഞ്ഞു പോരാ. നിങ്ങൾ ഉത്തരം പറയും, എനിക്കറിയാം. എന്താണ്? നമ്പർ വാങ്ങും,
അല്ലേ? അല്ലേ പരിചയപ്പെടുക പിന്നെ ഓളെ കാണാൻ മതി വണ്ടി എടുത്ത് പോവുകയെ അല്ലല്ലോ. നമ്പർ വാങ്ങും നമ്മൾ അല്ലേ? നമ്പർ വാങ്ങിയിട്ടോ പിന്നെ നമ്മൾ അവരുമായിട്ട് ബന്ധം സ്ഥാപിക്കും അല്ലേ? നമ്മൾ ഫോൺ വിളിക്കും, ഇടയ്ക്കൊരു ഒരു വീഡിയോ കോൾ ചെയ്യും അല്ലേ? വാട്സപ്പിലൊക്കെ ചാറ്റ് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്ത് നമ്മൾ നല്ലൊരു മര്യാദ നമ്മൾ കാണിച്ചത് കൊണ്ട് ആ കുട്ടിയെ നമുക്ക് പുതിയ ഒരു കൂട്ടുകാരിയായിട്ട് നമുക്ക് എന്ത് ചെയ്ത് നമുക്ക് കിട്ടി അല്ലേ? ഇതാണ് പറഞ്ഞത്, പരിചയപ്പെടുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താ അറിയോ? നമ്മളൊരാളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അയാളെ നല്ല ഗുണങ്ങൾ പറയണം. ഭയങ്കര ഇഷ്ടമാവും ഓൾക്ക് നല്ല ഗുണങ്ങൾ. എന്താ പറയുക, എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടാവില്ലേ? എന്താ പറയുക, ചിലപ്പോൾ എന്തെങ്കിലും ആ കുട്ടി, അത് ഞാൻ പറഞ്ഞത് പരിചയമില്ലാത്തല്ലോ കേട്ടോ, ആരെ കണ്ടാലും പരിചയമുള്ളവരെ കണ്ടാലും പരിചയമില്ലാത്ത നമ്മൾ കാണുമ്പോൾ എന്ത് ചെയ്യണം? നമ്മളിപ്പോൾ ഇന്നലെ കണ്ട കുട്ടീനെയാണ് നമ്മളിന്ന് വീണ്ടും കാണുകയാണ്. അപ്പോൾ നമ്മൾ അവരെ കാണുന്ന സമയത്ത് നല്ല ഗുണങ്ങൾ പറയണം അവരോട്. ഉദാഹരണം, ആ കുട്ടി കഴിഞ്ഞ ക്ലാസ്സിലേക്ക് ചിലപ്പോൾ പാട്ട് പാടിയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നമ്മളെന്താ പറയുക? എന്താ പറയുക? എൻ്റെ പാട്ട് ഉഷാറായി കേട്ടോ. അപ്പോൾ കുട്ടിക്ക് ഒരു സന്തോഷം ഉണ്ടാവില്ലേ അല്ലേ? ഇല്ലേ? അപ്പം നല്ല ഗുണങ്ങൾ മാത്രം എന്തെങ്കിലും പറ്റുള്ളൂ പറയാൻ പറ്റുള്ളൂ. ഞാൻ കുട്ടിക്ക് എന്തെങ്കിലും ദോഷങ്ങൾ, ചീത്ത സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ അവനപ്പോൾ പറയാൻ പറ്റുമോ? ഇല്ല. പിന്നെ വേറെ സന്ദർഭത്തിൽ പറഞ്ഞ് തിരുത്തി കൊടുക്കാം നമുക്ക് അല്ലേ? അങ്ങനെ ചെയ്തെന്നൊക്കെ. പക്ഷെ നമ്മളങ്ങനെ കാണുമ്പോൾ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യരുത്, നല്ല ഗുണങ്ങൾ മാത്രം പറയാം. മനസ്സിലായല്ലോ? ഇപ്പോൾ നമ്മൾ ചോദിക്കണേ എന്താണ് മൂക്കിൻ്റെ കോലൊക്കെ എങ്ങനെ ചോദിച്ചാൽ അങ്ങനെ ഉണ്ടാവും, ആ കുട്ടിക്ക് ആകെ ഇതാവും അല്ലേ? വിഷമാവും. ഈ മൂക്കിൻ്റെ കോല എങ്ങനെയാണെങ്കിലും നമ്മളത് പറയരുത്. മനസ്സിലായില്ലേ? അത് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. അങ്ങനെ ഇവിടെ ഒരു വെള്ള പാടുണ്ടല്ലോ, അത് ഭയങ്കര ബോറുണ്ടല്ലേ? ആരങ്ങനെ ഉണ്ടാവും അല്ലേ? അതുകൊണ്ട് വെള്ളപ്പാടുണ്ടാവും ഇവിടെ. പക്ഷെ നമ്മൾ എന്താണ് പരസ്പരം കാണുമ്പോൾ സമയത്ത് പറയാണ്, എന്താ ഇവിടെ ഒരു പാടൻ്റെ, അത് കണ്ടിട്ട് രസമല്ലേ, എന്നെ കാണാൻ രസം, അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. അത് നമ്മൾ മൈൻഡ് ചെയ്യണ്ട. നമ്മൾ നല്ല ഗുണങ്ങൾ മാത്രം എന്ത് ചെയ്യുക, അവർ പറയുക. അവരുടെ കുറവുകൾ നമ്മളെന്ത് ചെയ്യുക, പറയാതിരിക്കുക. മനസ്സിലായല്ലോ? ഇതാണ് നമ്മൾ ഒരാളെ കണ്ടുമുട്ടുമ്പോൾ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ അല്ലേ? എന്തൊക്കെ നമ്മൾ പറഞ്ഞു? നിങ്ങൾ കൂട്ടുകാർക്ക്, നമ്മളെ കൂട്ടുകാരൊക്കെ ഇത് കേട്ടിരിക്കുന്നുണ്ടാവും. എന്തൊക്കെയാണ് ഫന്ന നമ്മൾ പറഞ്ഞത്? ഒന്നാമത്തെ കാര്യം പറഞ്ഞു കൊടുത്താൽ മര്യാദകളെ പരസ്പരം കാണുമ്പോഴുള്ള മര്യാദകൾ അല്ലേ? പരസ്പരം കാണുമ്പം പാലിക്കേണ്ട ഒരു മര്യാദ പറഞ്ഞു കൊടുക്കുക. എന്താ പറഞ്ഞു? സലാം കിട്ടണം. എന്ത് പറയണം? സലാം പറയണം. പിന്നെന്താ തുപ്പ അടുത്തത്? പരിചയപ്പെടണം. പിന്നെന്താ പറഞ്ഞത് നമ്മൾ? പുഞ്ചിരിക്കണം. വെരി ഗുഡ്, മാഷാ അല്ലാ. പിന്നെ അടുത്തെന്താ പറഞ്ഞത്? വീടും അത് പരിചയപ്പെടാൻ പറഞ്ഞു, വീടും ചോദിച്ചു. പിന്നെന്താണ് വേറെ പറഞ്ഞിട്ടുണ്ട്? എന്താണ് വേറെ പറഞ്ഞു? പിരിഞ്ഞു പോരുമ്പോൾ നമ്പറൊക്കെ വാങ്ങി ആ ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടില്ലേ? പിന്നെ അവസാനം പറഞ്ഞ നമ്മളെന്താണ്? എന്താണ്? നല്ലത് പറയണം അല്ലേ? അവരെ കുറിച്ച് നല്ല ഗുണങ്ങൾ മാത്രം പറയണം അല്ലേ? അവരെ കുറിച്ചുള്ള കുറവുകളോ ഒന്നും നമ്മളോട് അങ്ങനെ പറയാൻ പറ്റൂല. മനസ്സിലായല്ലോ? ഇതാണ് പരസ്പരം നമ്മൾ കണ്ടുമുട്ടുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ. മനസ്സിലായല്ലോ? ഇൻഷാ അല്ലാ നമ്മുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. പക്ഷേ നമ്മൾ പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കണില്ല. ഇനിയും നമുക്ക് പല മര്യാദകളും പഠിക്കാനുണ്ട്. ഇന്ന് നമ്മൾ പഠിച്ചെന്താണ്? നമ്മൾ പരസ്പരം കാണുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ മാത്രമാണ്. ഇൻഷാ അല്ലാ. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? ഇത് ശ്രദ്ധിക്കണം അല്ലേ? നമ്മൾ കാണുമ്പം ഈ പറഞ്ഞ മര്യാദ പാലിച്ച് നമ്മൾ ഒരാളെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളത് മറക്കുമോ? പിന്നെ ഇല്ല, നമ്മളെ മറക്കൂല. പിന്നെ നമ്മളെ ഇഷ്ടമാകും. നമ്മളെ കാണുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടും അല്ലേ? നമ്മോട് സംസാരിക്കും. ഇതൊക്കെ ഉണ്ടാകും ഇൻഷാ അല്ലാ. അപ്പോൾ നമ്മൾ അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. നമ്മുടെ കൂട്ടുകാരൊക്കെ എന്ത് ചെയ്യും? അത് ശ്രദ്ധിക്കും ഇൻഷാ അല്ലാ. അപ്പോൾ നമ്മളെ ഈ ഒരു സമയം അവിടെ അവസാനിക്കാനാകാണ്. നമ്മുടെ ഒരു പൂമരത്തണലിലാകുമ്പം സ്വാഭാവികമായിട്ട് കുട്ടികൾ ഇങ്ങനെ പ്രതീക്ഷിക്കും എന്ത്? ചിലപ്പോൾ ഒരു പാട്ടൊക്കെ ഉണ്ടാവും അല്ലേ? അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കും എന്ത്? ഒരു കഥ കേൾക്കാൻ പറ്റും അല്ലേ? പൂമരത്തണലിൽ പാട്ടും കഥകളൊക്കെ വരാറുണ്ട് അല്ലേ? എപ്പിസോഡിൽ വരാറുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ നമ്മളെന്ത് ചെയ്യുക? ഇത് അവസാനിപ്പിക്കുമ്പം കുറച്ച് വരി ഒന്ന് പാടി അവസാനിപ്പിച്ചാലോ? ആരാ പാടുക? ആരാ? അപ്പോഴാണ് ഫന്ന പാടുന്നത്. ഫന്ന പറഞ്ഞാൽ അതൊക്കെ പാടുന്നുള്ളത്. അത് പാടുന്ന ഓക്കെ. അടുത്തൊരു എപ്പിസോഡിൽ ഇൻഷാ അല്ലാ ആര് പാടും? ഇത് പാടൂലേ? ഇൻഷാ അല്ലാ ഈ ഒരു എപ്പിസോഡിൽ ആര് പാടും? അത്തുഫ പാടും. ഇൻഷാ അല്ലാ നമുക്ക് കൂട്ടുകാർക്ക് നല്ലൊരു മനോഹരമായ പാട്ട് പാടിയിട്ട് അവസാനിപ്പിക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, ഉറക്കെ പഠിക്കാം. പണ്ട് പണ്ട് പായക്കപ്പലിൽ കയറിക്കൊണ്ടേ ഇവിടമെല്ലാണെന്നല്ലോ മാലിക് ദിനാറും കൂട്ടരും സന്ദേശം കൊണ്ടേ ഇസ്ലാമിൻ സന്ദേശം കൊണ്ടേ
പണ്ട് പണ്ട് പായക്കപ്പലിൽ കയറിക്കൊണ്ടേ ഇവിടമില്ലാണെന്നല്ലോ മാലിക് ദീനാറും കൂട്ടരും സന്ദേശം കൊണ്ടേ ഇസ്ലാമിൻ സന്ദേശം കൊണ്ടേ പതിയത് കൊടുങ്കലും കരയവൻ അണഞ്ഞു പരിശുദ്ധ ഇസ്ലാമിൻ വിധികളും ഒഴിഞ്ഞു അത് കേട്ട് പെരുമാറി മനസ്സകം തെളിഞ്ഞു ഷഹാദത്തോതീ മണ്ണിൽ തെളിഞ്ഞു ജ്യോതി പണ്ട് പണ്ട് പായക്കപ്പലിൽ കയറിക്കൊണ്ടേ ഇവിടമില്ലാണെന്നല്ലോ മാലിക് ദീനാറും കൂട്ടരും സന്ദേശം കൊണ്ടേ ഇസ്ലാമിൻ സന്ദേശം കൊണ്ടേ മതവിത്ത് മുളപ്പിക്കാൻ അനുവാദം കൊടുത്ത് മലനാട്ടിൽ ഇസ്ലാമിൻ സന്ദേശവും പകുത്ത് മതസൗഹാർദ്ദത്താൽ കൈകൾ ചേർത്ത് പിടിത്ത് അണിയായി നീങ്ങിയെങ്ങും സന്തോഷം പൊങ്ങി പണ്ട് പണ്ട് പായക്കപ്പലിൽ കയറിക്കൊണ്ടേ ഇവിടമില്ലാണെന്നല്ലോ മാലിക് ദീനാറും കൂട്ടരും സന്ദേശം കൊണ്ടേ ഇസ്ലാമിൻ സന്ദേശം കൊണ്ടേ. ഓക്കെ, മാഷാ അല്ലാ, നല്ല പാട്ടല്ലേ തന്നെ എസറാ മാഷാ അല്ലാ. അപ്പം എന്തായാലും നമ്മൾ ഈ എപ്പിസോഡ് ഒരു പാട്ടോട് കൂടി നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാ അടുത്തൊരു എപ്പിസോഡിൽ നമ്മൾ മറ്റൊരു മര്യാദ പഠിപ്പിക്കും അല്ലേ. ഇൻഷാ അല്ലാ എല്ലാ കൂട്ടുകാർക്കും പിന്നെ ഇത് കേട്ട് നിന്ന് എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂട്ടുകാരെല്ലാവരും ശ്രദ്ധിക്കണം, നമ്മൾ നല്ല കുട്ടികളായി തീരണമെങ്കിൽ നമ്മളെല്ലാവർക്കും ഇഷ്ടപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ നല്ല മര്യാദകൾ പാലിച്ചുകൊണ്ട് മാത്രം ജീവിക്കണം. എല്ലാ രംഗത്തും നമ്മൾ മര്യാദകൾ പാലിക്കണം. ഇൻഷാ അല്ലാ അടുത്ത എപ്പിസോഡ് ഇതുപോലെ പല കാര്യങ്ങളും നമ്മൾ ഇൻഷാ അല്ലാ പഠിക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. തൽക്കാലം ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.